ഹലോ ഗൈസ്, പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ലൈക്ക്, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് തള്ളിത്തരുന്ന കാര്യം ഒന്ന് പരിഗണിക്കുക ഗൈസ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയി. ഞാൻ പറയാത്തോണ്ടാന്ന് തോന്നുന്നു ഇപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുന്നുണ്ട് ഗൈസ്. എന്താണ് ഗൈസ്, വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഇതൊക്കെ ചെയ്യുക എന്നുള്ള വിശ്വാസത്തിൽ തന്നെ നമുക്ക് വീഡിയോയിലേക്ക് പോയിക്കാം. പിന്നെ ഒരു കാര്യം, ഞാൻ ജസ്റ്റ് നമ്മുടെ ഈ ഫുട്ബോളിൻ്റെ ഇത് ചെയ്യുന്നതിനോടൊപ്പം ജസ്റ്റ് നമ്മുടെ സിനിമയിലേക്കും കൂടെ ചെറുതായിട്ട് ഒന്ന് കാലെടുത്ത് വെച്ചാലോ എന്ന് ആലോചിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ അതിനെപ്പറ്റി താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് വായിക്കാം. ലോക ഫുട്ബോളിൻ്റെ മിഷ സാക്ഷാൽ ലിയോ മെസ്സി ഒത്തിരിയേറെ ഫൈനലുകളിൽ കലാശ പോരാട്ടങ്ങളിൽ ആ മനുഷ്യൻ പൊരുതി വീണിട്ടുണ്ട്. അപ്പോൾ പിന്നീട് 2018 ശേഷം ആ മനുഷ്യൻ രക്ഷകനായി എത്തിയത്, അതായത് ആ മനുഷ്യനോടൊപ്പം തോളോട് തോൾ ചേർന്ന് നിന്ന് പ്രയത്നിക്കാൻ എത്തിയത് അർജന്റീനയുടെ ഇതിഹാസ പരിശീലകനായി മാറിയ ലയണൽ സ്കലോണിയാണ്. മറുഭാഗത്തും വ്യത്യസ്തമല്ല കാര്യങ്ങൾ, ചില മാറ്റങ്ങൾ ഒഴിച്ചാൽ. പറഞ്ഞു വരുന്ന മറ്റാരും പറ്റിയല്ല, പറങ്കികളുടെ പോരാളി, ലോകത്തെ പല പ്രദേശങ്ങളും വെട്ടിപ്പിടിച്ച പോർച്ചുഗൽ എന്ന പറങ്കി രാജ്യത്തിന്റെ ആ പറങ്കികളുടെ ഫുട്ബോൾ സ്വപ്നങ്ങൾ ചുവലിലേറ്റിയ പോരാളി സാക്ഷാൽ ക്രിസ്ത്യാനോ റൊണാൾഡോ ദോ സാന്റോസ് അവേറോ. ആ രാജാവിന്, പറങ്കികളുടെ ഫുട്ബോൾ രാജാവിന്, ആ മനുഷ്യനെ സംബന്ധിച്ചും നേട്ടം യുഎഫ നേഷൻസ് ലീഗും യൂറോ കപ്പും ഉൾപ്പെടെയുള്ള നേട്ടങ്ങൾ ഒരുപാടുണ്ട്. എന്നാൽ വേൾഡ് കപ്പ് എന്നത് മാത്രമാണ് അകന്ന് നിൽക്കുന്നത്. അദ്ദേഹത്തിന്റെ കരിയറിലും അകന്ന് നിൽക്കുന്നത് ആ ഒറ്റ നേട്ടം മാത്രമാണ്. അദ്ദേഹത്തെ അതിനുവേണ്ടി സഹായിക്കാനാണ് മെസ്സിക്ക് പിന്നാലെ ഒരു കൂട്ടം പടയാളികൾ അണിനിരന്നത് പോലെ റൊണോയ്ക്ക് വേണ്ടി പടയാളികൾ അണിനിരക്കാൻ ഇത്തവണത്തെ 2026 വേൾഡ് കപ്പിനുണ്ട്. ആ 2026 വേൾഡ് കപ്പിലേക്ക് പോകുന്നതിന് മുമ്പ് യുഎഫ നേഷൻസ് ലീഗ് ഉൾപ്പെടെ നേടിയ ആത്മവിശ്വാസത്തിലെത്തുന്ന പോർച്ചുഗൽ ടീമിനെ പരിശീലിപ്പിക്കുന്ന, അവർക്ക് തന്ത്രമോതുന്ന അധികായനായ റോബർട്ടോ മാർട്ടിനസ് എന്ന പരിശീലകനോട് നേരെ ചോദിക്കുകയാണ്. വേൾഡ് കപ്പിന് പോകുന്നതിന് മാസങ്ങൾക്ക് മുമ്പേ ചോദിക്കുകയാണ്, നിങ്ങളുടെ ടീമിന്റെ സക്സസിന്റെ വിജയം എന്താ, സക്സസിന്റെ ആ ഒരു എന്താ പറയുക റീസൺ എന്താ? അദ്ദേഹത്തിന്റെ മറുപടി ഇങ്ങനെയായിരുന്നു, ടാക്ടിക്കൽ അപ്രോച്ച്. ഇതൊക്കെ ടാക്ടിക്കൽ അപ്രോച്ച് എന്ന് പറയുമ്പോൾ എല്ലാം ഡിഫറെന്റ് വേ ആണ്. അതായത് ടീമിന് ആവശ്യമുള്ളത് എന്താണോ ആ സമയത്ത് നൽകുക, അതാണ്. യുവതാരങ്ങളൊക്കെ ശ്രദ്ധിച്ച് ചെയ്യുന്നുണ്ട്, യുവതാരങ്ങളൊക്കെ അത് ചെയ്യുന്നുണ്ട്. ടീമിന് ആവശ്യമുള്ളത് അതാത് സമയത്ത് ചെയ്യുന്നതാണ് ഈ ടാക്ടിക്കൽ അപ്രോച്ച് എന്ന് അദ്ദേഹം പറയുന്നു. അദ്ദേഹത്തോട് വീണ്ടും ചോദിക്കുകയാണ്, താങ്കൾ ബെൽജിയത്തെ പരിശീലിപ്പിച്ചിട്ടുണ്ടല്ലോ, ഹസാർഡും അതേപോലെ ലുക്കാക്കും അടങ്ങുന്ന ഒരു നിര. അപ്പം അതാണ് ഗോൾഡൻ എറ എന്ന് പറയുമ്പോൾ, ബെൽജിയത്തിന്റെ ഗോൾഡൻ എറ എന്ന് പറയുമ്പോൾ പോർച്ചുഗലിന്റെ ഗോൾഡൻ എറ എന്തെന്ന് ചോദിച്ചാൽ താങ്കൾ എന്ത് പറയും? അദ്ദേഹത്തിന്റെ മറുപടി ഇങ്ങനെയായിരുന്നു, ഞാൻ പറയും 1966 ഇറയാണ് പോർച്ചുഗലിന്റെ ഗോൾഡൻ എറ എന്ന്. ഇപ്പോഴുള്ള ടീം മികച്ച രീതിയിലാണ് മുന്നോട്ട് പോകുന്നത്. അവർ എക്സിസ്റ്റ് ചെയ്യുന്ന മികച്ച രീതിയിൽ തന്നെയാണ്. നമ്മൾ ഗോൾഡൻ എറയെ കണക്കാക്കുന്നത് കിരീടങ്ങൾ എത്ര നേടി, അങ്ങനെ അതൊക്കെ നോക്കിയിട്ടാണ്, നമ്മൾ അതൊക്കെ അസസ് ചെയ്തിട്ടാണ് നമ്മൾ കാര്യങ്ങൾ വിലയിരുത്തുന്നത്. അപ്പം ഈ ടീമും ബെസ്റ്റ് ആണെന്ന് തന്നെ അദ്ദേഹം പറയുമ്പോൾ രണ്ടും കൽപ്പിച്ചാണ് ക്രിസ്ത്യാനോയ്ക്ക് വേണ്ടി റോബർട്ടോ മാർട്ടിനസിന്റെ പിള്ളേർ ഇറങ്ങുന്നത്. ഒന്ന് ആലോചിക്കണം, 69.4 അവരുടെ വിജയ ശതമാനം പോർച്ചുഗലിന്റെ. പറങ്കി പോരാളികൾക്ക് ഇതുവരെ ഇല്ലാത്ത ഒരു ചരിത്രമാണത്. എന്താണ് ഗൈസ് ഇതിനെപ്പറ്റി പറയാനുള്ളത്? വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. ഞാൻ നേരത്തെ പറഞ്ഞത്, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് തള്ളിത്തരുന്ന കാര്യം ഒന്ന് പരിഗണിക്കുക. അപ്പോൾ